ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി ട്രിപ്സ്. അപ്പോൾ ഇതൊരു വിൻ്റർ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ ഡെൻമാർക്കിലെ വിൻ്ററാണ് ഞാൻ ഈ ഒരു വ്ളോഗിൽ കൂടെ കാണിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി ജാനുവരി. ഇവിടെ വിൻ്റർ അത്യാവശ്യം നന്നായിട്ട് ഹിറ്റ് ചെയ്തത് ജാനുവരിയിലായിരുന്നു. ഇതുപോലെ സ്നോയിൽ നെയിമെല്ലാം എഴുതിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അങ്ങോട്ട് ഹെവി സ്നോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു സ്നോ പീരീഡ് എങ്ങനെയാണ് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ചെറിയ ചെറിയ സ്നോഫോൾസ് കണ്ടാണ് നമ്മൾ തുടങ്ങിയത്. ഇതായിരുന്നു ആക്ച്വലി ഒരു ഫസ്റ്റ് സ്നോഫോൾ ഡേ എന്ന് പറയുന്നത് ജാനുവരിയിൽ. അപ്പം ഇത് നമ്മൾ ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തു. ഡെൻമാർക്കിൽ വന്നിട്ട് ഫസ്റ്റ് ഒരു നല്ലൊരു സ്നോഫോൾ കിട്ടിയിട്ടുണ്ടായിരുന്നൊരു ഡേ ഇതായിരുന്നു. ഇതെൻ്റെ സെക്കൻഡ് സ്നോഫോൾ ആണ്. ഫസ്റ്റ് ടൈം ഞാൻ ജർമ്മനിയിലായിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്നോ കണ്ടത്. അപ്പോൾ അവിടെ ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ടൈം ഇത്രയധികം സ്നോവുമായിട്ട് എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു നല്ല അടിപൊളി വിൻ്റർ ആയിരുന്നു. ഇത് മാക്സിമം ഞാൻ എൻജോയ് ചെയ്തെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാ ദിവസവും സ്നോ എന്തോരം ആയി എന്നുള്ള ചെക്കിംഗ് ആയിരുന്നു. ബിക്കോസ് ഡെയിലി സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഡോർ തുറന്ന് എന്തോരം സ്നോ ഉണ്ട്, പിന്നെ വെള്ളമെല്ലാം കട്ടായി തുടങ്ങി. അതൊക്കെ നോക്കലായിരുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അറിഞ്ഞോണ്ട് വേണേ ഇറങ്ങാം. അറിഞ്ഞോണ്ട് ഇറങ്ങാം. അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ വീഴുമെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ സംഭവിച്ചത്. എന്നെ തള്ളിയിടാൻ ശ്രമിച്ചതാ ചേട്ടനതാ തല്ലി അടച്ച് വീണിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വീഴ്ചകളും എൻജോയ്മെൻറ്റും നിറഞ്ഞ ഒരു സ്നോഫോൾ ഡേയ്സ് ആയിരുന്നു നമുക്ക് ജാനുവരി കംപ്ലീറ്റ് ആയിട്ട്. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതിൻ്റെ ഓരോ ഫേസും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കണ്ട ആ സ്ഥലങ്ങൾ മഞ്ഞിൽ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗിയും അതിൻ്റെ ഒരു വ്യൂവും എല്ലാം വേറെയായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നു. ഈ ഒരു പോണ്ട് നമ്മൾ സമ്മർ ടൈമിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് പോയൊരു സ്ഥലമാണ്. ഇപ്പോൾ വിൻ്ററിൽ വന്നപ്പോൾ നമുക്ക് ഫുള്ള് ഐസായിട്ട് കിടക്കുവാണ്. അത്ര അധികം ഐസായിട്ടില്ല, ഒരു -1 ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് എന്ന് തോന്നുന്നു. അപ്പോഴേക്കും തന്നെ കട്ടിയായി. പക്ഷെ കയറി നിൽക്കുമ്പോൾ ഇങ്ങനെ പടപടപട എന്ന് പൊട്ടി തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പൊട്ടി താഴത്തോട്ടൊന്നും വീണില്ല. എന്നാലും നമ്മളത് നന്നായിട്ട് എൻജോയ് ചെയ്തു. വീണു. കുഴപ്പമില്ല, നീ പോ, ധൈര്യമായിട്ട് പോ. കമാൺ കമാൺ എടുക്ക. ഓ, ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നില്ലേ. ശരിക്കും വിൻ്റർ നവംബറിൽ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം തണുപ്പ് കൂടി എന്നുള്ളതല്ലാണ്ട്, പിന്നെ അത്യാവശ്യം നല്ല ഡാർക്കായി എന്നതല്ലാണ്ട് സ്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഡാർക്കായിരുന്നു ഏറ്റവും വലിയ ഇഷ്യൂ. നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ ഡാർക്ക്, വൈകുന്നേരം വരുമ്പോഴും ഡാർക്ക്. ഓഫീസിലുള്ള ഒരു 1 or 2 hours മാത്രമാണ് സണ്ണ് വന്ന് പോകുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഡാർക്കായിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈഫിലോട്ട്. സ്നോ വന്നത് ഭയങ്കര ഒരു ബ്രൈറ്റായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ സ്നോ ഒക്കെ വീണ് കിടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ള സ്ഥലങ്ങളും കുറച്ച് ബ്രൈറ്റായിട്ട് കാണും, കുറച്ചുകൂടെ ലൈറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയണത്. പിന്നെ വീക്കെൻഡ് പ്ലാൻസ് മൊത്തം സ്നോയിൽ കളിക്കുക എന്നുള്ളതും മാത്രമായി. പണ്ട് നമ്മൾ വീക്കെൻഡ്സ് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി അടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു വീക്കെൻഡ് പ്ലാൻസ്. ഇപ്പോഴത്തെ വീക്കെൻഡ്സ് സ്നോയിൽ കളിക്കാം, സ്നോയിൽ റീൽസ് എടുക്കാം, അങ്ങനെ സ്നോമാൻ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വീക്കെൻഡ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ. ഇതിലേക്ക് കയറുക. ഈ ഒരു സമയത്ത് ഓഫീസിൽ പോകുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ എണീക്കുമ്പോഴും മഞ്ഞ്, ഈ ഇരുട്ട്, അതൊക്കെ കുറച്ച് ഭയങ്കര ഒരു മടി പിടിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെയെങ്കിലും നമ്മളങ്ങ് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഓഫീസിലൊക്കെ കറക്റ്റായിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇതാണ് അവസ്ഥ. ഓഫീസിൽ നമ്മൾ ഇരിക്കുമ്പം ഇങ്ങനെ ചുറ്റിനും മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ചിലപ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതാ രാത്രിക്ക് നമ്മൾ നേരത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഇരുട്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ മഞ്ഞ് കിടക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അങ്ങനെ നന്നായിട്ട് നമ്മൾ ഈ ഒരു വിൻ്റർ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവേ ന്യൂസിലും കാര്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വർഷം ഏറ്റവും വലിയൊരു വിൻ്റർ തന്നെയായിരുന്നു എന്ന് തന്നെയാണ്. അതായത് പല സ്ഥലത്തും ഇത്രയധികം സ്നോവും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഒരു സർപ്രൈസിംഗ്ലി ഈ ഒരു ഇയർ ഏറ്റവും കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ഡെൻമാർക്കിലും അങ്ങനെയാണ് എല്ലാവരും ഡാനിഷുകാരൊക്കെ പറഞ്ഞത്. ഒരു 16 or 12 ഇയേഴ്സ് ബാക്ക് മാത്രമാണ് ഇത്രയധികം സ്നോ ഇവിടെയുള്ളവർ കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു പാർട്ടാവാൻ പറ്റിയതിൽ നമ്മളും ഹാപ്പിയാണ്. ഞാൻ വിചാരിച്ചോ താഴ്ന്നില്ല. പിന്നെ ഇവിടെയുള്ള ഡാനിഷ് ആൾക്കാരും എല്ലാവരും മൊത്തത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിൻ്റർ ഡിപ്രഷൻ. ഈ വിൻ്റർ ടൈമിൽ ഇതുപോലെ ഡാർക്ക് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സമ്മറിലെ പോലെ ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഒരുപാട് പേർക്ക് വിൻ്റർ ടൈമിൽ ഡിപ്രഷൻ വരും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യം നമ്മളെല്ലാവരും കുറച്ച് സ്കെയറി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായിരിക്കും അത്, എങ്ങനെയായിരിക്കും നമ്മളെ അത് എഫക്റ്റ് ചെയ്യുക എന്നൊക്കെ. പക്ഷെ നമ്മൾക്ക് ആർക്കും അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മളെല്ലാവരും അടുത്തടുത്ത ആൾക്കാരുണ്ടായിരുന്നു, കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഫ്രണ്ട്സായിട്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. പിന്നെ ഒരുപാട് നമ്മൾ വിൻ്റർ പ്ലാൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അത് ഒട്ടും എഫക്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. രാവിലെ കറക്റ്റ് ഉണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞ് വൈകുന്നേരം നമ്മൾ ഞങ്ങൾക്ക് ശരിക്കും രാവിലെയൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ശരിക്കും പൊടിയുന്നുണ്ട്. പക്ഷെ ഇത് കറക്റ്റ് സ്നോ ആയിട്ടോ. മറ്റേ ഇതുപോലെ വീഡിയോയില് വരുന്ന ടൈപ്പ് സ്നോ തണുപ്പ്. ഇവിടെ മോസ്റ്റ്ലി രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമ്മൾ റോഡും വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഏരിയ ഒക്കെ അവർ ഈ സ്നോ എല്ലാം റിമൂവ് ചെയ്ത് സോൾട്ട് ഇട്ട് റെഡിയാക്കി തരും കേട്ടോ. റോഡ്സിൽ വേറൊരു വലിയൊരു വെഹിക്കിൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. വെറുതെ റൂമിലിരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് പ്ലാനുകളുമായിട്ട് എല്ലാവരും വിളിച്ചിറങ്ങിയാൽ ആക്ച്വലി സംഭവം കിടിലാണ്, നല്ല എൻ്റർടൈനിങ്ങും ആയിരിക്കും. ഞങ്ങളുടെ പ്രഹസനത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് റോഡ് ക്ലീൻ ചെയ്യുന്ന സാധനം. ആ ഒരു സംഭവം വന്ന് റോഡ് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ബാക്കിൽ കൂടെ ഉപ്പ് ഇങ്ങനെ വെതറിക്കൊണ്ട് പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. കയ്യിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ തട്ട്. വെറുതെ റൂമിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ട ഞങ്ങളാണ് ഈ പ്രഹസനങ്ങളും ഈ പരിപാടികളൊക്കെ കാണിച്ച് തണുത്ത് വിറച്ച് നടക്കുന്നത്. ഇറങ്ങുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്ച്വലി നല്ല ഫണ്ണാണ്. പിന്നെ തിരിച്ചു കയറുമ്പോൾ നമുക്ക് കൈ കാലൊന്നും ഉണ്ടെന്ന് മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരു വേദനയും കാര്യങ്ങളും ആയിരിക്കും. ചാടിക്കോ. ഫുള്ള് കാണുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ അടുത്തേക്ക്. നമ്മുടെ ഈ വേഷം കെട്ടുകൾക്കെല്ലാം സപ്പോർട്ട് ചെയ്ത് വീഡിയോ പിടിച്ചു തന്ന അശ്വിന് ഈ നിമിഷത്തിൽ ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുവാണ്. അങ്ങനെ വരത്തില്ല.
പക്ഷെ കാര്യം നോക്കണം. ഈ വിന്റർ സമയത്ത് പലർക്കും പനികൾ പല രീതിയിൽ വന്നു പോയെങ്കിലും നമ്മൾ ഇതൊന്നും അവസാനിപ്പിച്ചില്ല. പനിയുണ്ടെങ്കിൽ മരുന്ന് കഴിച്ച് 2 ദിവസം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അതാ ചാടി ഇറങ്ങിയിരിക്കുകയാണ് പലരും സ്നോയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഇത് ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇന്ത്യയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാശ്മീർ പോയാൽ പറ്റും. പക്ഷേ ഇത് ഭയങ്കര യൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പം നമ്മളത് മാക്സിമം എൻജോയ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുവാണ്. അടുത്ത വർഷം വിൻ്ററിൽ നമ്മളെല്ലാവരും എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓക്കെ, മതി മതി, കഴിഞ്ഞു. ഇപ്പോൾ പുറത്ത് കാണുന്ന സമയം ഓൾമോസ്റ്റ് 4 മണി കഴിഞ്ഞിട്ടുള്ള സമയമാണ്. പക്ഷേ എത്ര ഡാർക്കാന്ന് നോക്ക്. ഇതാണ് അവസ്ഥ. പക്ഷേ സ്നോ ഉള്ളതുകൊണ്ട് അത്യാവശ്യം ബ്രൈറ്റാണ്. സ്നോ ഇല്ലാതിരുന്നപ്പം ഭയങ്കര ഡാർക്കായിരുന്നു. നമുക്ക് ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. പക്ഷേ ഈ ഒരു വ്യൂ ആക്ച്വലി കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ നടന്നിട്ടൊന്നും അല്ല പോകുന്നത്, അതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഇതിങ്ങനെ വണ്ടിയിലിരുന്ന് കാണാൻ നല്ലതാണ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്, അതുകൊണ്ട് പുറത്തുനിന്ന് കാണുമ്പം നല്ല ഭംഗിയാണ്. പക്ഷെ നമ്മൾ നടന്നിട്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞങ്ങൾക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത്. പണ്ട് നാട്ടിൽ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് വെള്ളം എന്തോരം കൂടി എന്ന് നമ്മൾ മുറ്റത്ത് നോക്കിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഇവിടെ ഓർക്കാൻ പറ്റിയത്. എല്ലാ ദിവസവും സ്നോ എന്തോരം ഹൈറ്റ് വെച്ചു എന്നുള്ളതായിരുന്നു ഞാൻ ഡെയിലി നോക്കിക്കൊണ്ടിരുന്നത് ഇവിടെ. ഹൈറ്റ് കൂടുമ്പോൾ എനിക്ക് ഹാപ്പിനെസ് കൂടുതലായിരുന്നു. പണ്ട് മഴക്കാലത്ത് വെള്ളം കൂടുമ്പോൾ ടെൻഷൻ കൂടുമായിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. സ്നോയിൽ കളിക്കാമല്ലോ, സ്നോ കൂടിയല്ലോ എന്നുള്ള രീതിയിലൊരു ഹാപ്പിനെസ് ആയിരുന്നു ഇവിടെ. നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഡേഞ്ചറൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് വലിയ ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. രാവിലെ എണീക്കുമ്പോൾ ഈ ഒരു വ്യൂ എല്ലാം കണ്ടിട്ട് എണീക്കുന്നത്. പിന്നെ അതങ്ങോട്ട് ഡെയിലി ഒരു നോർമൽ വ്യൂ ആയി മാറി. ദിസ് ഈസ് അനദർ സ്നോ ഡേ. നമ്മളൊന്ന് പുറത്ത് അങ്ങനെ പോവാറില്ല അധികം പുറത്തോട്ട്. പക്ഷേ ഇത് ജസ്റ്റ് നമ്മൾ കലംബർഗിൽ വരെ പോയിട്ടുണ്ടായിരുന്ന ഒരു ദിവസമാണ്. അപ്പം കലംബർഗിലെ സ്നോ വ്യൂസാണത്.
നടക്കുമ്പോൾ അതാ നമ്മുടെ കാല് അങ്ങനെ കംപ്ലീറ്റ്ലി താഴത്തോട്ട് ഇറങ്ങി പോവാണ്. പോരാത്തതിന് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് കാലൊന്ന് തെന്നുകയും ചെയ്യും. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു നടക്കാനൊക്കെ. ഇതെന്താണ് കാല് തെന്നിപ്പോന്ന്? വീണായിരുന്നടാ, നല്ല എനിക്ക് യൂസ് ഉള്ളു. ഒന്നും കൂടെ സ്കേറ്റിംഗ് ചെയ്തോ. അപ്പം ഈ ഒരു ദിവസമാണ് നമ്മൾക്ക് 8ന്റെ പണി കിട്ടിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ബസ്സിൽ പോകുന്ന നമുക്ക് സ്നോ പുറത്തുനിന്ന് കാണാനായിട്ട് ആക്ച്വലി നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയാന്ന് പറയുന്ന നമുക്ക് അന്ന് നൈറ്റ് ബസ് മിസ്സായി. ലാസ്റ്റ് ബസ്സായിരുന്നു. പിന്നെ നമുക്ക് വീട്ടിലോട്ട് പോകാൻ വരെ ബസ്സില്ലായിരുന്നു. പോവാതിരിക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് നമ്മളത് നടക്കുകയാണ്. അത്യാവശ്യം നമുക്ക് നടക്കാനുണ്ട്. അപ്പം നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്നതാണ്. നമ്മുടെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ട്, ഗ്രോസറി ഒക്കെ ആയിട്ടൊരു നടപ്പങ്ങ് തുടങ്ങി. ആകെ വിഷമിച്ച് പോയി. സ്നോവും തണുപ്പും നമ്മൾ ടയേർഡായിരുന്നു. സ്നോയിലൊക്കെ കിടന്നിട്ടാണ് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു ദിവസം ഈവനിങ് അങ്ങനെ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ പ്ലാൻ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് പുറത്ത് നടക്കാൻ പോവാന്ന്. പിന്നെ നടന്നു. അങ്ങനെ കുറച്ച് പിക്കൊക്കെ എടുത്തിരിക്കുമ്പോഴാണ് സ്നോമാനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയ വന്നത്. അങ്ങനെ നമ്മൾ സ്നോമാനെ ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ശരിക്കും ഒരു ടീം ബിൽഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയാം. നമ്മളെല്ലാവരും കൂടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ ഒരു വലിയ ഒരു സുന്ദര കുട്ടപ്പനായിട്ടുള്ള ഒരു സ്നോമാനെ ഉണ്ടാക്കി. അങ്ങനെ സ്നോ ഒക്കെ കണ്ട ഒരു ദിവസം ഇരിക്കുമ്പോഴാണ് ഈ പോകുന്ന ആളെ ഞാൻ കണ്ടത്. ഡോറ ചോദിക്കുന്ന പോലെ നിങ്ങൾ ആ കുറുനരീനെ കാണുന്നുണ്ടോ എന്ന് ഞാനും ചോദിക്കാം. അപ്പം ആ കാണുന്ന സാധനമാണ്, എന്തോ ഒരു സാധനമാണ്. കുറുനരിയാണോ പൂച്ചയാണോ കാട്ടുപൂച്ച? ഇവിടുത്തെ പൂച്ചയും പട്ടിയൊന്നും അല്ല, എന്തായാലും എന്തോ ഒരു വൈൽഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇവിടെ എല്ലാ പെറ്റ്സും എല്ലാം പെറ്റ്സുകളാണ്. വെറുതെ ഇങ്ങനെ നടക്കുന്ന ഡോഗും ക്യാറ്റും അങ്ങനെ ഒന്നുമില്ല. അപ്പം ഇതെന്തോ ആ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഏതോ ഒരു വൈൽഡ് ഒരു ആനിമലാണ് ആ സംഭവം. എന്ത് സാധനമാണെന്ന് ശരിക്കും അറിയില്ല. അപ്പം ഈ ഒരു വിൻ്ററിൽ എങ്ങനെയാണ് നമ്മുടെ ജാനുവരിയിലെ വിൻ്റർ നമ്മൾ എക്സ്പ്ലോർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു വ്ളോഗിൽ നമുക്ക് ഫെബ്രുവരിയിലെ വിൻ്റർ നമ്മൾ കൂടുതൽ എക്സൈറ്റിംഗ് ആക്കിയത് എങ്ങനെയാണ്, കൂടുതൽ അഡ്വഞ്ചറസ് വിൻ്റർ ആക്ടിവിറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. Do like, share and subscribe to my YouTube channel. Please do keep supporting. Thanks for watching. Bye bye.